ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗീതു കിടന്നുറങ്ങിയ സമയത്താണ് നമ്മുടെ ഗോവിന്ദൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നതും ഗീതുവിൻ്റെ ആ ഒരു സാരി മാറി കിടക്കുന്ന കാഴ്ച കണ്ട് പാപം നല്ല മനസ്സോടുകൂടി അതൊന്ന് മര്യാദക്കിടാന്ന് വിചാരിച്ചതും കണ്ണടച്ച് കിടന്നതൊക്കെ കണ്ട നമ്മുടെ ഗീതു ചാടി അങ്ങ് എഴുന്നേറ്റിട്ട് ഗോവിന്ദേട്ടൻ എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞു. നശിപ്പിക്കാൻ ശ്രമിച്ചു? ഞാനോ എപ്പോൾ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗോവിന്ദൻ ഇങ്ങനെ പറയാം. കിട്ടിയ അവസരമല്ലേ? അതെ, ഗോവിന്ദേട്ടൻ എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചു. എന്നോട് ഈ ചതി ഗോവിന്ദേട്ടൻ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ മുറിയിൽ ഞാൻ ഗോവിന്ദേട്ടനെ വിശ്വസിച്ച് എങ്ങനെ ജീവിക്കും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ തകർത്തു വാരുക. ഗീതു ഇതൊക്കെ പറയുമ്പോൾ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് ഗോവിന്ദൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഗീതു അതിനൊന്നും നിൽക്കുന്നില്ല. ഗീതു അതിനൊന്നും സമ്മതിക്കുന്നുമില്ല. ഗീതു ആണെ ഗോവിന്ദൻ നശിപ്പിക്കാൻ ശ്രമിച്ചു, ഞാനിപ്പോൾ എല്ലാവരോടും വിളിച്ച് പറയുമെന്നൊക്കെ പറഞ്ഞുണ്ടായിട്ടോ. നീ എന്തൊക്കെയാ പറയുന്നതെന്ന് അന്നേരം ഗോവിന്ദൻ ചോദിച്ചു. അതെ, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നീ കിടന്നപ്പോൾ നിൻ്റെ സാരി എനിക്കെല്ലാം മനസ്സിലായെന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പാവം ഗോവിന്ദൻ ഇപ്പം അവിടെ നിൽക്കണോ ഓടണോ പോണോ ഇതൊന്നും അറിയാതെ അവിടെ കിടന്ന് ഇങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കുക കേട്ടോ ആ സമയത്ത്. അങ്ങനെ ഗീതു പറഞ്ഞതെല്ലാം കേട്ട് നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ ആകെ വല്ലാതെ നിൽക്കുക. ഒരു തരത്തിൽ നിന്നിട്ട് അവിടെ തടി തപ്പി ഓടി അയ്യപ്പേട്ടൻ്റെ അടുത്തേക്ക് ചെയ്യുന്നു. അയ്യപ്പേട്ടൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴോ അയ്യപ്പേട്ടൻ ഇങ്ങനെ ഗോവിന്ദനെ കണ്ടപ്പോൾ മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന്. എന്താ കുഞ്ഞിന് എന്താ പറ്റിയ? കുഞ്ഞിൻ്റെ മുഖമൊക്കെ എന്താ വല്ലാതിരിക്കണേന്ന് ചോദിച്ചു. അയ്യപ്പേട്ട, എനിക്കൊരു അബദ്ധം പറ്റി അയ്യപ്പേട്ടെന്ന് പറഞ്ഞു. അബദ്ധം പറ്റുമോ? ഇനി ഗീതു കുഞ്ഞിനോട് വല്ലതും? അയ്യേ, അതൊന്നുമല്ല. പിന്നെന്താ? അതെ, ഗീതു അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഉറങ്ങിക്കിടന്ന ഗീതുവിൻ്റെ അടുത്ത് ഞാൻ സാരി ഒന്ന് മാറ്റിയിട്ടതേ ഉള്ളൂ. അപ്പോഴേക്കും ഗീതു അത് തെറ്റിദ്ധരിച്ചെന്ന് പറഞ്ഞു. ഗീതു കുഞ്ഞിനെ എങ്ങനെ കുറ്റം പറയും? ഗീതു കുഞ്ഞിനെ കുറ്റം പറയാൻ പറ്റുമോ? ഉറങ്ങിക്കിടന്ന ഗീതു കുഞ്ഞിൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുഞ്ഞു പിന്നെ തെറ്റിദ്ധരിക്കാതെ അയ്യോ അയ്യപ്പേട്ടൻ, ഞാൻ അങ്ങനെയൊന്നും അല്ല. എങ്ങനെയാണെങ്കിലും ഗീതു കുഞ്ഞിന് അതല്ലേ അറിയത്തുള്ളൂ. എൻ്റെ ഗോവിന്ദൻ കുഞ്ഞേ, ഇതിന് നമുക്ക് ഗീതു മോളോട് പ്രതികാരം ചെയ്യണം. പ്രതികാരം ചെയ്യാനോ? എങ്ങനെ? ഒരു ഭർത്താവ് എന്താണെന്നും ആ ഭർത്താവിൻ്റെ കരുത്ത് എന്താണെന്നും കാണിച്ചു കൊടുക്കണം. യഥാർത്ഥ ഭർത്താവ് ആരാണെന്ന് ഗീതു കുഞ്ഞിന് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല. എങ്ങനെ? അതൊക്കെ ഞാൻ പറഞ്ഞു തരണം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗോവിന്ദനോട് പിന്നെ അയ്യപ്പേട്ടൻ കുറേ വിശദീകരണമായിപ്പോയി. അയ്യേ, ഈ പന്നക്കളവൻ ഇത് എന്തിൻ്റെ അസുഖമാണ് എന്നൊക്കെ ചോദിച്ചു ഗോവിന്ദൻ അന്നേരം. ഇതാ കുഴപ്പം. ഞാൻ എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെടത്തില്ല. എന്നിട്ടോ ഓരോ പൊട്ടത്തരങ്ങൾ പോയി കാണിക്കുകയും ചെയ്യും. എന്നിട്ട് ഇരിക്കണതും കൂടെ കളയുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞങ്ങനെ. എൻ്റെ പൊന്നയ്യപ്പേട്ട, നിങ്ങൾ എന്തൊക്കെ വിട്ടിത്തറി പറയുന്നതെന്ന് ചോദിച്ചു. ഞാൻ ഗീതുവിനെ എങ്ങനെയാണ് കാണുന്നതെന്നും ഗീതുവിനെ എന്തിനാണ് എൻ്റെ കൂടെ നിർത്തിയിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അത് ഗീതു കുഞ്ഞിനറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗീതു കുഞ്ഞ് തെറ്റിദ്ധരിച്ചതിൽ ഒരു തെറ്റും പറയാനില്ലെന്ന്. എൻ്റെ പൊന്നേ, നിങ്ങളോട് ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, നിങ്ങളുമായിട്ടൊന്നും സംസാരിച്ചിട്ടുമില്ല. എടാ ഗോവിന്ദൻ കുഞ്ഞേ, നിന്നോട് പറയുന്ന കാര്യം നീ കേൾക്കാനൊക്കെ പറഞ്ഞു. എൻ്റെ പൊന്നോ, നിങ്ങളിനി എന്നോടൊന്നും പറയണ്ടേ, എനിക്കൊന്നും കേൾക്കണ്ടേ എന്നും പറഞ്ഞ അയ്യപ്പേട്ടൻ്റെ അടുത്തൊന്നും ഗോവിന്ദൻ അങ്ങ് പോയി. എനിക്കറിയാം, ഞാൻ പറയുന്നതൊക്കെ കേൾക്കാൻ കള്ളം നാണം ഉള്ളതുകൊണ്ടാണ് കള്ളം പോയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയ്യപ്പേട്ടൻ അവിടെ നിൽക്കുക കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കാൻ നമ്മുടെ ഗീതു അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ വളരെ ആസ്വദിച്ച് വളരെ സ്നേഹമൊക്കെ ഉള്ള ഒരു ഏട്ടനെയൊക്കെ മനസ്സിലാക്കി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ കണ്ണാടിയുടെ മുന്നിൽ പോയി ഇങ്ങനെ നിൽക്കുവാണ്. കണ്ണാടിയുടെ മുന്നിൽ പോയി നമ്മുടെ ഗീതു ഇങ്ങനെ നിന്നു. മനസാക്ഷി വന്നു, മനസാക്ഷിയായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അയ്യപ്പേട്ടൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലിട്ട് ഇങ്ങനെ വല്ലാണ്ട് വീർപ്പ് മുട്ടി നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ ഗീതുവിൻ്റെ മുന്നിലേക്ക് വരണം. കാരണം ഗീതുവിനോട് കാര്യം പറഞ്ഞ് അവതരിപ്പിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. ആ സമയത്ത് ഗീതു ആണെന്നുണ്ടെങ്കിൽ ഗോവിന്ദേട്ടൻ്റെ സ്നേഹം അത് കിട്ടാനും അല്ലെങ്കിൽ ഗോവിന്ദേട്ടനുമായിട്ടുള്ള ആ ഒരു ദാമ്പത്യ ജീവിതം ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ മനസാക്ഷിയായിട്ട് ഇങ്ങനെ നിന്ന് സംസാരിക്കുക. അപ്പോഴാണ് ഗോവിന്ദൻ അകത്തേക്ക് കയറി വരുന്നത്. അപ്പോൾ ഗോവിന്ദൻ അങ്ങ് അകത്തേക്ക് കയറി വന്നു. ഗീതു ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഗീതു എന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോഴേക്കും ഒരു നാണവും ചമ്മലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഗീതുവിന് ആകെ ഒരു ചമ്മലും കാര്യങ്ങളും ഒക്കെ ആയി. ഗീതു ഇങ്ങനെ ആകെ ഒരു ഇതിൽ നിൽക്കുക. അപ്പോൾ ഗീതു, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഗോവിന്ദേട്ടൻ സംസാരിച്ചോളൂ, അതിനിപ്പോൾ എന്താണെന്ന് ഗീതു തിരിഞ്ഞൊന്നും ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു, അതെ, നേരത്തെ സംഭവിച്ചത് മനഃപൂർവ്വമല്ല, അത് ഒരബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞു. അതെന്തിനാ അബദ്ധം പറ്റിയെന്നൊക്കെ പറയുന്നത്? ഗോവിന്ദേട്ടൻ്റെ ഭാര്യയല്ലേ ഞാൻ. പിന്നെ ഒരു ഭാര്യ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ എല്ലാ അവകാശങ്ങളും എല്ലാ അധികാരങ്ങളും എൻ്റെ അടുത്ത് എടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഗോവിന്ദേട്ടനുണ്ടല്ലോ. പിന്നെ എന്തിനാ ഗോവിന്ദേട്ടൻ എന്നോട് സോറി പറയുന്നതെന്ന് ഗീതു ചോദിച്ചു. എന്നും പറഞ്ഞ് അന്താളിച്ച് ഇങ്ങനെ നിൽക്കുക. അതൊന്നും അല്ല, ഞാൻ നേരത്തെ അങ്ങനെ സംഭവിച്ചത് നീ കിടന്നപ്പോൾ എനിക്കറിയാം ഗോവിന്ദേട്ട, എല്ലാം എനിക്കറിയാമെന്ന് പറഞ്ഞു. ഗോവിന്ദേട്ടൻ ഇനി അതൊന്നും എന്നോട് പറയണ്ടെന്ന് പറഞ്ഞു. അപ്പം നീ പറഞ്ഞു വരുന്നത് ഞാനുമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിന് നിനക്ക് താല്പര്യമുണ്ടെന്നാണ് അല്ലേ? അതെ, വിവാഹം കഴിച്ച ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നത് ഏതൊരു പെണ്ണിൻ്റെയും ആഗ്രഹമല്ലേ എന്നിങ്ങനെ ചോദിച്ചു. അപ്പം നിനക്കെന്നെ തീരെ വിശ്വാസമില്ലെന്ന് പറഞ്ഞതോ? ഞാൻ നിന്നെ നശിപ്പിച്ചെന്ന് നീ പറഞ്ഞതോ? അത് പിന്നെ
ഞാൻ അന്നേരത്തെ ഒരു ഇതിന് പറഞ്ഞതാ. അപ്പം നിനക്കെന്നെ തീരെ വിശ്വാസമില്ലല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഈ ജീവിതത്തിൽ എനിക്ക് മറ്റാരേക്കാളും വിശ്വാസം എൻ്റെ കണ്ണേട്ടനെ തന്നെയാണെന്നും മാസങ്ങളോളം ഒരു മുറിയിൽ ഒന്നിച്ച് ജീവിച്ചിട്ടും അരുതാത്ത രീതിയിൽ എന്നെ നോക്കുക പോലും ചെയ്യാത്ത എൻ്റെ കണ്ണേട്ടനെ ഞാൻ വിശ്വസിച്ചില്ലെങ്കിൽ ഈ ലോകത്ത് മറ്റാരെ ഞാൻ വിശ്വസിക്കാനാണ് എന്ന് ഗീതു ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ അന്താളിപ്പോട് കൂടി ഗീതുവിനെ നോക്കുക, ഗീതു തന്നെയാണോ ഈ പറയുന്നത് എന്നുള്ളൊരിത്. അങ്ങനെ ഗീതുവിന് ഗോവിന്ദൻ്റെ ഭാര്യയാകണം എന്നുള്ള ആഗ്രഹമുണ്ടെന്നുള്ള കാര്യം ഗീതു പറയാതെ ഗോവിന്ദനോട് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു. അപ്പോഴത്തേനും ഇത് പറഞ്ഞപ്പോൾ ഗോവിന്ദൻ്റെ ആ ഒരു ഇതൊക്കെ അങ്ങ് മാറി കഴിഞ്ഞ് ഗീതുവിനോട് കുറച്ചുകൂടി ഒരു ഇതൊക്കെ ആയി. അപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ പിന്നെ കുറച്ച് തണുത്തിട്ട് പിന്നെ ഗീതു അത് പിന്നെ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തപ്പിത്തടഞ്ഞൊക്കെ സംസാരിക്കാം. അപ്പോൾ എന്തായാലും നീ കിടന്നു, നമുക്ക് രാവിലെ സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ കയറി കിടന്നു. ഈ സമയത്ത് ഗീതു ഇങ്ങനെ ഗോവിന്ദൻ്റെ അടുത്ത് ചെന്ന് കിടന്നു. എന്നിട്ട് ഗോവിന്ദനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കിടക്കുക. ഗോവിന്ദൻ നേരത്തേക്കും ഗീതുവിൻ്റെ മുഖത്ത് നോക്കാനുള്ള ഒരു ചമ്മൽ കൊണ്ട് അല്ലെങ്കിൽ ഒരു മടി കൊണ്ട് കണ്ണടച്ച് തന്നെ ഇങ്ങനെ കിടക്കുക. ഈ സമയത്ത് ഗീതു ഇങ്ങനെ ഗോവിന്ദനെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കിടക്കുക കേട്ടോ, വളരെ സന്തോഷത്തോടെ. ഇത്രയും നല്ലൊരു മനുഷ്യനെയാണല്ലോ താൻ മനസ്സിലാക്കാതെ പോയതെന്നും അതുപോലെ സ്നേഹിക്കാതിരുന്നതും എന്നൊക്കെ ഉള്ളത്. പിന്നെ തൻ്റെ നല്ല കാലത്താണ് തനിക്ക് ഇദ്ദേഹത്തിനെ തിരിച്ചു കിട്ടിയതെന്നുള്ള കാര്യമൊക്കെ ഗീതു ഇങ്ങനെ ഇരുന്ന് നമ്മുടെ ആലോചിക്കുന്നു, ചിന്തിക്കുന്നു, ഇതൊക്കെയുണ്ട്. അങ്ങനെ ഗീതു ഗോവിന്ദൻ്റെ കൂടെ കിടക്കുന്നു. അപ്പോഴേക്കും ഗോവിന്ദന് പേടിയായി. ദൈവമേ, ഇവളിനെ കളിച്ച് ദാമ്പത്യ ജീവിതത്തിൻ്റെ കാര്യം പറഞ്ഞ് വരുമോ എന്നൊക്കെയുള്ളൊരു പേടി ഗോവിന്ദനും ഉണ്ടായി. എന്തായാലും ഇവർ തമ്മിലുള്ള ആ ഒരു രസകരമായ ഒരു ഇതിങ്ങനെ നടക്കുന്നു. കാരണം ഗോവിന്ദന് ഒരിക്കലും ഗീതു ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്നും ഗീതുവിന് ഇനി ഗോവിന്ദനില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്നും ഒക്കെയുള്ള ഒരു ധാരണയിലൂടെ കാര്യങ്ങൾ ഇങ്ങനെ വരിക. എന്തായാലും ഗോവിന്ദൻ്റെയും ഗീതുവിൻ്റെയും ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നു. ഇതേ സമയത്ത് അസ്വസ്ഥനായിക്കൊണ്ട് നമ്മുടെ കിഷോർ അവിടെ ഊണുമില്ല ഉറക്കവും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അവർണികയാണെന്നുണ്ടെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ ഈ കംപ്ലീറ്റ് പ്രൊജക്റ്റ് റിപ്പയർ ചെയ്ത് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കിഷോറിനെ സമാധാനം കെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. കിഷോറിനാണെങ്കിൽ ഉറക്കം വന്നിട്ടൊന്നും രക്ഷയില്ല. അവിടെ നിന്ന് അനങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല നമ്മുടെ അവർണിക. കിഷോറിനെ കൊണ്ട് എല്ലാ പണിയും ചെയ്യിക്കുക. അപ്പം 2 ദിവസം മാത്രമാണ് ഗീതു കൊടുത്തിരിക്കുന്ന സമയം. അപ്പോൾ അതിനുള്ളിലെല്ലാം റെഡിയാക്കണം. ഈ സമയത്ത് അമ്മയ്ക്കും അനുജത്തിക്കും ഏട്ടൻ്റെയും മകൻ്റെയും ഒക്കെ ഈ ഒരു അവസ്ഥ കണ്ട് ഭയങ്കര സങ്കടം. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പറയുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഒരു രീതിയിലും മകനെ ഹെൽപ്പ് ചെയ്യാൻ അമ്മയ്ക്കോ അല്ലെങ്കിൽ ഏട്ടനെ ഹെൽപ്പ് ചെയ്യാൻ അനുജത്തിക്കോ കഴിയില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നു. എന്തായാലും നേരത്തെ ഗീതുവിൻ്റെ മുന്നിൽ ഭദ്രകാളികളെ പോലെ ഉറഞ്ഞു തുള്ളി ഇവർ രണ്ടുപേരും ഗീതുവിനോട് മാപ്പ് പറയേണ്ട സാഹചര്യം വരെ ഉണ്ടായി. നമ്മുടെ അവർണിക അവരെ കൊണ്ട് മാപ്പ് വരെ പറയിച്ചു. അപ്പോൾ അങ്ങനെയുള്ളൊരു കഥയും ഇതെല്ലാം നമ്മുടെ ഗീതു വന്നിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഗീതുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് കലിപ്പ് കയറി പെട്ടെന്ന് വർക്ക് തീർക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ കിഷോർ നടത്തുവാണ്. അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഗീതുവും ഗോവിന്ദനും പതിവ് പോലെ തന്നെ യോഗ ചെയ്യാനായിട്ട് ടെറസിൻ്റെ മേളിൽ ചെന്നു. ഗോവിന്ദനാണെങ്കിൽ ഗീതുവിനെ യോഗ പഠിപ്പിക്കുക. അപ്പോഴും ഇങ്ങനെ 2 അന്യ വ്യക്തികളെ പോലെ ഗീതുവിൻ്റെ അടുത്ത് ഒരുപാട് ചെല്ലാതെ അല്ലെങ്കിൽ ഗീതുവിനെ ഒന്ന് തൊടാതെ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മുടെ ഗോവിന്ദൻ ഗീതുവിനെ യോഗ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഗീതുവിന് ശരിക്കും ദേഷ്യം വന്നു. ഇങ്ങനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? യഥാർത്ഥ പ്രേമവും അല്ലെങ്കിൽ ഇഷ്ടവും ഒന്നും തിരിച്ചറിയാത്തൊരു മണഗുണാഞ്ചനായി പോയല്ലോ ഇയാളെന്നും പറഞ്ഞുകൊണ്ടായി ഗീതു എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗീതു ഇങ്ങനെ ഗോവിന്ദൻ്റെ അടുത്തേക്ക് കൂടുതൽ ഇടപഴകി അങ്ങ് ചെല്ലുക. കാരണം ഗോവിന്ദൻ തന്നിൽ നിന്ന് വഴുതി മാറി പോകുന്നു എന്നുള്ളത് ഗീതുവിന് മനസ്സിലായി. ഇനിയിപ്പം അപ്പം മേഡം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗീതുവിൻ്റെ മനസ്സിൽ കിടക്കും. ഗീതു വിചാരിച്ചാൽ മാത്രമേ ഗോവിന്ദനെ ഗീതുവിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുകയുള്ളൂ എന്ന്. അപ്പം അതിനുവേണ്ടി ഗീതു മാക്സിമം പണിയെടുക്കാനായിട്ട് പണിയെടുക്കുന്നുമുണ്ട്. അങ്ങനെ ഗോവിന്ദനെ തന്നിലേക്ക് അടുപ്പിച്ച് ലയിപ്പിച്ചൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. അങ്ങനെയല്ല എൻ്റെ മണ്ട, ഇങ്ങനെ അകന്നു നിന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് മനസ്സിലാകുന്നതെന്നൊക്കെ ചോദിച്ചു ഗോവിന്ദനെ പിടിച്ച് വലിച്ച് തൻ്റെ ദേഹത്തേക്ക് ഉന്തിയിട്ട് ഗീതുവിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഗീതു ചെയ്യുന്നുണ്ട്. ഗീതു ഇപ്പോൾ ഗോവിന്ദൻ്റെ ജീവിതത്തിൽ അറക്കൽ തറവാട്ടിൽ അതുപോലെ തന്നെ AGM-ൽ പവർഫുള്ളായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന രാധികയ്ക്ക് അവിടെ ശ്വാസം കിട്ടുമോ, സമാധാനം കിട്ടുമോ? ഒരു രീതിയിലും ഇല്ല. ഗീതു വെച്ചടി കയറി പോകുമ്പോൾ രാധിക ആരും അല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇവരുടെ ആ ഒരു സ്നേഹവും കാര്യങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും രാധികയ്ക്ക് മനസ്സിലായി ഇവൾ രണ്ടും കൽപ്പിച്ചാണ് ഇനിയിപ്പോൾ ഗോവിന്ദൻ്റെ ജീവിതത്തിൽ നിന്നും ഇവളെ പറിച്ചെറിയുക അത്ര നിസ്സാരമായ കാര്യമല്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിലുള്ള ആ ഒരു സ്നേഹവും കാര്യങ്ങളും ഒക്കെ എങ്ങനെ തകർക്കണമെന്നുള്ള ചിന്തയോടുകൂടി രാധിക ഇതൊക്കെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടൊക്കെ നടക്കുന്നു. കിഷോറിന് ഗീതുവിൻ്റെ വക ഇടിവെട്ട് പണികൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഗോവിന്ദൻ്റെയും ഗീതുവിൻ്റെയും ജീവിതത്തിലെ ആ ഇപ്പോഴത്തെ ആ ഒരു നിഘണ്ടുവൊക്കെ മാറി ഇവർ തമ്മിൽ യഥാർത്ഥ ഭാര്യാഭർത്താക്കന്മാരാകാനുള്ളൊരു നിഘണ്ടുവിലേക്കുള്ള എഴുത്തിലാണ് നമ്മുടെ ഗീതു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ നമ്മുടെ കഥ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ്.
അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.